ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പീപ്പിൾസ് അക്കാഡമി. നമ്മൾ നോക്കുന്നത് മോക്ക് ടെസ്റ്റ് അഞ്ചാമത്തെ മോക്ക് ടെസ്റ്റ് ആണ്. ഓക്കെ, അഞ്ചാമത്തെ മോക്ക് ടെസ്റ്റ് ആണ് നമ്മൾ നോക്കുന്നത്. മുമ്പുള്ള മോക്ക് ടെസ്റ്റ് എഴുതാത്തവരെ അതൊന്ന് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ആദ്യ ചോദ്യം ഇങ്ങനെയാണ്: മീസോസ്ഫിയറിന് മുകളിൽ എത്ര കിലോമീറ്ററുകൾക്കിടയിലാണ് അയണോസ്ഫിയർ സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ചോദ്യം. 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 80 കിലോമീറ്റർ മുതൽ 600 കിലോമീറ്റർ വരെ. ഓക്കെ, നിങ്ങൾ എക്സാം എഴുതുമ്പോൾ ഒരു പേപ്പർ ഒരു പേനയും കൂടെ എടുത്തിട്ട് എഴുതാൻ വേണ്ടി ഇരിക്കുക. ഓക്കെ, അടുത്ത ചോദ്യം: ഭൗമ ഉപരിതലത്തിൽ നിന്ന് 80 കിലോമീറ്റർ ഉയരത്തിൽ എത്തുമ്പോഴേക്കും മീസോസ്ഫിയറിലെ ഏകദേശ താപനില എത്ര എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് ഉത്തരം. -100°C. മൂന്നാമത്തെ ചോദ്യം: ഓസോൺ പാളി കാണപ്പെടുന്ന അന്തരീക്ഷ പാളി ഏത് എന്നാണ് ചോദ്യം. സിമ്പിൾ ചോദ്യമാണ്. ഓസോൺ കാണപ്പെടുന്ന അന്തരീക്ഷ പാളി ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. സ്ട്രാറ്റോസ്ഫിയർ. അടുത്ത് 4ാമത്തെ ചോദ്യം: ഭിന്നശേഷി സൗഹൃദ കേരളം എന്ന ലക്ഷ്യത്തിനായി ഭാഗമായി സംസ്ഥാനത്തെ ആദ്യത്തെ മാതൃകാ പുനരധിവാസ ഗ്രാമം സ്ഥാപിക്കുന്നത് എവിടെ എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. മലപ്പുറം. അടുത്ത 5ാമത്തെ ചോദ്യം: നെബുലാർ സിദ്ധാന്തം എന്നറിയപ്പെടുന്ന ഭൗമ ഉൽപ്പത്തി പറ്റിയുള്ള വാദഗതി അവതരിപ്പിച്ച വ്യക്തി ആര് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഇമാനുവൽ കാന്റ്. 6ാമത്തെ ചോദ്യം: ഭൗമ ഉപരിതലത്തിലെ വിവിധ ഭാഗങ്ങളിൽ അനുഭവപ്പെടുന്ന പ്രതിഭാസങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങളെ കുറിച്ചുള്ള പഠനമാണ് ഭൂമിശാസ്ത്രം എന്ന് അഭിപ്രായപ്പെട്ടത് ആര് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഹെറ്റ്നർ. 7ാമത്തെ ചോദ്യം: ജീനുകളും ക്രോമസോമുകളും ദീർഘകാലം സൂക്ഷിച്ചു വെക്കുന്ന എക്സിറ്റു രീതി ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് ഉത്തരം. ജീൻ ബാങ്ക്. 8ാമത്തെ ചോദ്യം: സസ്യങ്ങളുടെ വിത്തുകൾ ദീർഘകാലം കേടുകൂടാതെ സൂക്ഷിക്കുന്ന സംവിധാനം ഏത്? ഓപ്ഷൻ എ ആണ് ഉത്തരം. സീഡ് ബാങ്ക്. അടുത്ത 9ാമത്തെ ചോദ്യം: താഴെ പറയുന്നവയിൽ ഏതാണ് വായുമലിനീകരണം കുറയ്ക്കാൻ സഹായിക്കുന്നത്? 4 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. വായുമലിനീകരണം കുറയ്ക്കാൻ സഹായിക്കുന്നത് എന്നാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. കണ്ടൽ കാടുകൾ വെച്ചുപിടിപ്പിക്കുക. അടുത്ത 10ാമത്തെ ചോദ്യം: ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണാടിലുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണ്ടകശാല ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 5 തന്നെ. ഏത് വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ച മലയാണ് പുരളിമല എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. പഴശ്ശി വിപ്ലവം. 12ാമത്തെ ചോദ്യം: കേരളത്തിലെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിന്? ഓപ്ഷൻ സി ആണ് ഉത്തരം. ക്ഷേത്രപ്രവേശന വിളംബരം. 1936 ക്ഷേത്രപ്രവേശന വിളംബരം നടക്കുക. അടുത്ത 13ാമത്തെ ചോദ്യം: കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ നിലവിൽ വന്നത് എന്ന്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഏപ്രിൽ 5, 1957. 14ാമത്തെ ചോദ്യം: ഒന്നാം കേരള മന്ത്രിസഭയിലെ അംഗങ്ങളുടെ എണ്ണം എത്ര? ഓപ്ഷൻ സി ആണ് ഉത്തരം. 11. 15ാമത്തെ ചോദ്യം: തിരുവിതാംകൂറിലെ ഏക മുസ്ലിം ദിവാൻ ആര്? ഓപ്ഷൻ എ ആണ് ഉത്തരം. മുഹമ്മദ് ഹബീബുള്ള. 16ാമത്തെ ചോദ്യം: സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യൻ വൈസ്രോയി ആരായിരുന്നു? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. മൗണ്ട് ബാറ്റൻ പ്രഭു. 17ാമത്തെ ചോദ്യം: 1929 ലാഹോർ കോൺഗ്രസ് സമ്മേളനവുമായി ബന്ധമില്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. 4 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ് ബന്ധമില്ലാത്തത്? ഓപ്ഷൻ സിയും ഡിയുമാണ് ബന്ധമില്ലാത്തത്. ഓക്കെ, സിയും ഡിയും. ഓക്കെ, പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനമാണ്. സ്വതന്ത്ര പതാകയായി ത്രിവർണ്ണ പതാക അംഗീകരിച്ചു. ഓക്കെ, അപ്പോൾ സോഷ്യലിസം അംഗീകരിച്ച സമ്മേളനം ഏതാണ്? 1955 ആവടി സമ്മേളനം. 1955 ആവടി സമ്മേളനമാണ്. ഗാന്ധിജി അധ്യക്ഷനായ കോൺഗ്രസ് സമ്മേളനം 1924 കോൺഗ്രസ് 1924 വെൽക്കം സമ്മേളനം. ഓക്കെ, 1929 ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ നെഹ്റു ആയിരുന്നു. ഓർത്തേക്ക്.
അടുത്ത 18ാം ചോദ്യം. ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആര്? ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആര്? ഓപ്ഷൻ സി ആണ് ഉത്തരം രാധാകാന്ത ദേവ്. അടുത്ത 19ാം ചോദ്യം. ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന അവസാനത്തെ ബഹുജന പ്രക്ഷോഭം ഏതായിരുന്നു? ഓപ്ഷൻ ഡി ആണ് ഉത്തരം ക്വിറ്റ് ഇന്ത്യ സമരം. 20ാം ചോദ്യം. ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി ചരിത്രപ്രസിദ്ധമായ ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ തീയതി എന്ന്? ഓപ്ഷൻ എ ആണ് ഉത്തരം 1942 ഓഗസ്റ്റ് 8. 21ാം ചോദ്യം. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം നടന്ന വർഷം എന്ന്? സിമ്പിൾ ചോദ്യമാണ്. ഓപ്ഷൻ സി 1942. 22ാം ചോദ്യം. ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ ഇദ്ദേഹം ആരാണ് എന്നാണ് ചോദ്യം. സർദാർ വല്ലഭായ് പട്ടേൽ. 1928 ബർദോളി സത്യാഗ്രഹം. അടുത്ത 23ാമത്തെ ചോദ്യം സ്റ്റേറ്റ്മെന്റ് ആണ്. മനുഷ്യരെല്ലാം ഒരുപോലെയാണ്, ജന്മം കൊണ്ട് ആരും വിശുദ്ധരല്ല. ഇത് ആരുടെ വാക്കുകൾ എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് ഉത്തരം ഗാന്ധിജി. 24ാം ചോദ്യം. ക്രിപ്സ് മിഷനെ കാലഹരണപ്പെട്ട ചെക്ക് എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഓപ്ഷൻ ബി ആണ് ഉത്തരം ഗാന്ധിജി. 25ാം ചോദ്യം. ബംഗാൾ ഗസറ്റ് ദിനപത്രം ഏത് ഭാഷയിലാണ് പ്രസിദ്ധീകരിച്ചത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം ഇംഗ്ലീഷ് ഭാഷ. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം, മാർക്ക് കമന്റ് ചെയ്യാം. അടുത്ത ഭാഗത്തിൽ വീണ്ടും കാണാം. താങ്ക് യു.